ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിങ്ങളുടെ സുകന്യ ആകെ പ്രശ്നത്തിലാണല്ലോ. സുകന്യ ബാലനോട് പറയുന്നുണ്ട്, ഞാൻ പോയി അവനെ വിളിച്ചിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് നേരെ ആകാശിൻ്റെ റൂമിലേക്ക് വരുവാണ്. അവിടെ വരുമ്പോൾ ആകാശം ആകെ ഇങ്ങനെ കിടക്കുക കേട്ടോ. അപ്പോൾ തന്നെ പെട്ടെന്ന് നമ്മുടെ സുകന്യ പറയുന്നുണ്ട്, അതെ എല്ലാവരും വെളിയിലുണ്ട്, പിന്നെ ആകാശിനെ കാത്തിരിക്കുകയാണ്, അവിടെ ബാലേട്ടനും എല്ലാവരും ഉണ്ട്. ഓ എന്നെ എന്തിനാ കാത്തിരിക്കാനായിട്ട്? ഞാനാരാ, VIP വല്ലതാണോ? ഓ നീ VIP ആണോ, VIP ആണോ എന്ന് അവിടെ വന്നിട്ട് അറിയാം. ആകാശ് വാ. അപ്പോൾ മീനാക്ഷി പറയാ, സോന ചേച്ചി ചെല്ല്, ഞാനേ ആകാശിനെ വിളിച്ചുകൊണ്ട് വന്നോളാം. അത് വേണ്ട, ഞാൻ അങ്ങോട്ട് പോകുന്ന നേരമുണ്ട് വല്ല മോരോ തൈരോ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അവൻ്റെ കെട്ട് വിട്ടിച്ച് കൊണ്ടുവരാമെന്നാണ് വിചാരമല്ലേ? അത് സമ്മതിക്കില്ല, ഞാൻ കൊണ്ടുപോയിരിക്കും, എൻ്റെ കൂടെ വന്നാൽ മതി. അങ്ങനെ ആകാശിനെ പതിയെ അങ്ങോട്ട് കൊണ്ടുവരുക കേട്ടോ. അപ്പോൾ ഹാളിലേക്ക് വന്നിരിക്കുകയാണല്ലോ നമ്മുടെ ബാലൻ ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിലാണ്. എന്തായിരിക്കും സംഭവം? ശരിക്കും പറഞ്ഞാൽ ആകാശ് കുടിച്ചിട്ടാണോ വന്നത്? അങ്ങനെ ഒരു ടെൻഷനിലാണ് ബാലൻ അവിടെ ഇരിക്കുന്നത്. എന്നിട്ട് സുകന്യ വന്ന് പറയാണ്, മദ്യപിച്ച് മതോന്മത്തനായി 4 കാലിലാണ് വരവ്. അതും കൂടെ കേൾക്കുമ്പോഴത്തേക്കും നല്ല മിത്രയും ധർമ്മനും കൂടെ വല്ലാതെ നിൽക്കുകയാണ് കേട്ടോ, പേടിച്ച് വിറച്ച്. അങ്ങനെ മീനാക്ഷി ആകാശിനെ കൊണ്ടുവരണം. ആകാശമാണെങ്കിൽ മീനാക്ഷിയുടെ പുറകിൽ മുടിയൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കാല് തറയിലാണെങ്കിൽ ഉറയ്ക്കുന്നതല്ല കേട്ടോ, ആടി നിൽക്കുകയാണ്. എന്നിട്ട് അച്ഛനെ നോക്കി പേടിച്ച് പറിച്ച് മുന്നോട്ട് വരുന്നില്ല. അപ്പം ആകാശിൻ്റെ കാലുകളൊന്നും നിലത്ത് ഉറയ്ക്കുന്ന പോലുമില്ല, അത്രമാത്രം കുടിച്ചിട്ടുണ്ട്. ബാലേട്ടനെ അത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് മീനാക്ഷിയുടെ പിന്നിൽ ഒളിച്ച് നിൽക്കുക എന്ന് സുകന്യ പറയാം കേട്ടോ. ബാലനാണെങ്കിൽ ഇത് വീണ്ടും ദേഷ്യം ഉണ്ടാകണം. മീനാക്ഷി വിളിക്കുകയാണ് കേട്ടോ ബാലൻ. എന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങോട്ട് വന്നേ അച്ഛാ, അത് മുന്നിൽ നിന്ന് മാറാനാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ മീനാക്ഷി പതിയെ അങ്ങോട്ട് മാറുവാണ്. എന്നിട്ട് ആകാശനെ നോക്കുകയാണ് കേട്ടോ. ആകാശനാണെങ്കിൽ നിൽക്കാൻ പറ്റുന്നില്ല, ദാ കിടക്കണം ആടി കണ്ണൊക്കെ ഇങ്ങനെ കറങ്ങി പോവാണ്. അപ്പം തന്നെ സുകന്യ വീണ്ടും പറയാം, പാവം തന്നെ 2 കാലിൽ നിൽക്കാൻ തന്നെ അവൻ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. എടാ ആകാശം, നിനക്ക് അവസാനത്തെ മുന്നറിയിപ്പ് ഞാൻ തന്നതാണ്, നീ സ്വയം തിരുത്തുമെന്നും നന്നാവുമെന്നും ഞാൻ തെറ്റിദ്ധരിച്ചു. പക്ഷേ ഞാനൊരു വിഡിയായി. അല്ല അച്ഛാ, അത് എന്ന് മീനാക്ഷി പറയാൻ കേട്ടോ. സുകന്യയ്ക്ക് ഞാൻ വാക്ക് നൽകിയതാണ്, ആ വാക്ക് എനിക്ക് പാലിച്ചേ പറ്റത്തുള്ളൂ. പിന്നെ മീനാക്ഷി, ഇത് എൻ്റെ തീരുമാനമാണ്, നീ ഇതിൽ കയറി ഇടപെടണ്ട. ആരൊക്കെ ശ്രമിച്ചാലും ഈ തീരുമാനത്തിന് ഒരു മാറ്റം ഉണ്ടാകത്തില്ല എന്ന്. അപ്പോൾ അളിയാ, എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുതേ, അവന് പറയാനുള്ളതോടെ അല്ലെങ്കിൽ കേൾക്കണം എന്ന് ധർമ്മൻ. ഉടനെ സുകന്യ, ഓ പിന്നെ കുടിയന്മാർക്ക് പറയാൻ പല കാരണങ്ങളും, അതൊക്കെ കേട്ടിട്ട് ഇപ്പം എന്തിനാണ്? പിന്നെ ധർമ്മേട്ടാ, ഏട്ടനെ എൻ്റെ മേലെ കണ്ണുരുട്ടി യാതൊരു കാരണവുമില്ല. വീണ്ടും ധർമ്മൻ അടുത്ത് നിന്ന്, അളിയാ ഒന്നാമതെ ചേച്ചി ഇവിടെ ഇല്ല, അളിയൻ എന്ത് തീരുമാനമെങ്കിലും എടുത്തോ, ചേച്ചി ഒന്ന് വന്നോട്ടെ, അതുവരെ അളിയനൊന്ന് ക്ഷമിക്കും. ആകാശനോടെ ഗോമതി ക്ഷമിക്കുമായിരിക്കും, പക്ഷേ ഞാൻ ക്ഷമിക്കില്ല. അത് കേട്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി സുകന്യയ്ക്കും. അപ്പോൾ മിത്ര പറയുന്നുണ്ട്, അങ്കിളെ ആകാശേട്ടന് ഒരു അബദ്ധം പറ്റിയതല്ലേ? കഴിഞ്ഞ തവണ ഗോമതിയും ഇതേ വാചകം തന്നെയാണ് എന്നോട് പറഞ്ഞത്, എന്നിട്ട് വീണ്ടും അവൻ ആവർത്തിച്ചിട്ട് വന്നില്ലേ, അന്ന് ഞാൻ ക്ഷമിച്ചു. നന്നാവാൻ വേണ്ടി ഞാൻ ഇവനൊരു അവസരം കൊടുത്തില്ലേ, എന്നിട്ട് ഇവൻ നന്നായോ? അതുമില്ല. അപ്പോൾ ആകാശ് പറയണം, അയച്ചാ അത് ഞാൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മീനാക്ഷി തടയാട്ടോ. എന്താ അവന് പറയാനുള്ളത്? പറയടാ. ആകാശ് സംസാരിക്കട്ടെ. ഓ പറയുമ്പോൾ നാവ് കുഴയുമല്ലേ, അതുകൊണ്ടായിരിക്കും സംസാരിക്കാൻ പറ്റാത്തത് എന്ന് സുകന്യ വീണ്ടും പറയാണ്. ഇത്രയ്ക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് വയ്യ. എന്നിട്ടും വീണ്ടും ബാലൻ പറയാനുണ്ട്, നിനക്ക് എന്താ സംസാരിക്കാനുള്ളത്? നീ ഇങ്ങോട്ട് വന്നേ, അവിടെ നിന്ന് സംസാരിക്കണം, നീ നേരെ നടന്നു വാ, നേരെ എൻ്റെ മുന്നിലേക്ക് വാ. എവിടെ നിന്ന് സംസാരിച്ചാൽ എന്താ വെച്ചാൽ പറയാനുള്ളത് കേട്ടാൽ പോരെ? അതുപോരാ, നീ എൻ്റെ മുന്നിൽ ഇങ്ങി വരണം, എൻ്റെ മുന്നിൽ വന്ന് നിൽക്കണം, എന്നിട്ട് നീ സംസാരിച്ചാൽ മതി എന്നിങ്ങനെ പറയാട്ടോ. അങ്ങനെ ആകാശം പതിയെ ആടി അടുത്തേക്ക് ചെല്ലാനിട്ട്. അപ്പോൾ മീനാക്ഷി കയറി പിടിക്കുന്നുണ്ട്, വേണ്ട, അവനെന്താ ഒറ്റയ്ക്ക് നടക്കാനൊന്നും അറിയത്തില്ലേ, ഒറ്റയ്ക്ക് നടന്ന് വാടാ. അങ്ങനെ ആകാശം പതിയെ ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ട് കേട്ടോ അടുത്തേക്ക്. സുകന്യാണെങ്കിൽ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പം എന്തായാലും 2 എണ്ണത്തിന് അടിച്ചിറക്കും. എന്നിട്ട് മനസ്സിൽ വിചാരിക്കണം, ഇന്നത്തോടു കൂടി 2 എണ്ണം ഈ വീട്ടിൻ്റെ പടി ഇറങ്ങും, സമാധാനമായി എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പം ബാലനാണെങ്കിൽ അടിമുടി ഒന്ന് നോക്കാട്ടോ. എന്നിട്ട് അടുത്ത് വന്നിട്ട് ആകാശ് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്താ പറഞ്ഞത്? എനിക്ക് തിരുത്താൻ വേണ്ടി ഒരു അവസരം തന്നോന്നും ഞാൻ സ്വയം തിരുത്തിയില്ലെന്നും എന്നൊക്കെയല്ലേ പറഞ്ഞത്? എന്താ അതിൻ്റെ അർത്ഥം? അച്ഛൻ പറ. ആകാശം ഒന്നും മിണ്ടാതിരിക്കുക എന്ന് മീനാക്ഷി പറയാം. ഇല്ല, അച്ഛൻ പറയട്ടെ. അച്ഛൻ ഈ പറയുന്നതിനൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അപ്പോഴാണ് ബാലൻ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് പറയണ്ടേ, എടാ നിനക്കിതിൻ്റെയൊക്കെ അർത്ഥം അറിയണം അല്ലേ? അല്ല, പറയാൻ ബുദ്ധിമുട്ടെങ്കിലും അച്ഛൻ പറയണം. മദ്യപിച്ച് നിന്നോട് ഇവിടെ കയറരുതെന്നും സുകന്യയ്ക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാകുമെന്നും ഇനി ഒരിക്കൽ കൂടി ഇത് സംഭവിച്ചാൽ അന്ന് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്നും ഞാൻ പറഞ്ഞത് നീ മറന്നിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, ഞാൻ മറന്നിട്ടില്ല അച്ഛാ. അപ്പോൾ ഈ ദേവമംഗലം ഉപേക്ഷിക്കാൻ വേണ്ടി നീ കരുതി കൂട്ടിയാണ് വീണ്ടും മദ്യപിച്ചിട്ട് വന്നത് അല്ലേ എന്ന് ചോദിക്കുമ്പം അപ്പോൾ ആകാശം
പറയുന്നുണ്ട്. അല്ല ഞാനെന്തിനാണ് എൻ്റെ ഈ വീട് ഉപേക്ഷിച്ച് പോകുന്നത്? അല്ല നീയായിട്ട് പോയില്ലെങ്കിൽ ഞാൻ കഴുത്ത് പിടിച്ച് പുറത്താക്കും. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്, ഒരു തെറ്റും ചെയ്യാത്ത ഒരാളിനെ ഇവിടുന്ന് എന്നെ പുറത്താക്കുമോ അച്ഛൻ? നീ ഒരു തെറ്റും ചെയ്തില്ലടാ. ഇല്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ. അപ്പോൾ മദ്യപാനം നിനക്ക് തെറ്റുമല്ല അല്ലേ? മദ്യപാനോ? അതിന് ഞാൻ കുടിച്ചിട്ടില്ലല്ലോ അച്ഛാ. കുടിച്ചിട്ടില്ലേ? എല്ലാവരും കൂടെ അന്തപ്പെട്ട് നോക്കുക കേട്ടോ. എടാ മുഖത്ത് നോക്കി കള്ളം പറയുന്നോടാ. ഞാൻ കുടിച്ചിട്ടില്ല അച്ഛാ, ഒരു തുള്ളി പോലും ഞാൻ കുടിച്ചിട്ടില്ല. അപ്പം തന്നെ ആകാശിൻ്റെ ആ ഒരു രീതികളെല്ലാം അങ്ങ് മാറിയിട്ടോ. സ്റ്റേണായി നിൽക്കാൻ തുടങ്ങി, ആട്ടവും ഒക്കെ മാറി. എന്നിട്ട് പതിയെ അച്ഛൻ്റെ ഉമ്മയിൽ എന്നിട്ട് പറയാം, അച്ഛാ അച്ഛന് സംശയമുണ്ടോ ഞാൻ കുടിച്ചിട്ടുണ്ടെന്ന്? എന്നെ മദ്യത്തിൻ്റെ സ്മെല്ലുണ്ടെന്ന് അച്ഛൻ നോക്ക് എന്ന് പറഞ്ഞ് അടുത്തേക്ക് ചെന്ന് ഊതി കൊടുക്കുക കേട്ടോ. അപ്പം ബാലന് മണം അടിക്കുന്നേ ഇല്ല. ബാലന് അന്തം വിട്ടു പോകട്ടോ. ഉണ്ടോ അച്ഛാ? പറ. മദ്യത്തിന് അച്ഛന് സംശയമാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, മാമൻ നോക്കിക്കോ. ഇന്നാ മാമൻ്റെ അടുത്തേക്കാണ്. മാമ ഞാൻ മദ്യം കഴിച്ചിട്ടുണ്ടോ? അപ്പോഴത്തേക്കിനും ധർമ്മം പറയാ, അയ്യോ ഇല്ലല്ലോ അവനൊന്നും കഴിച്ചിട്ടില്ല. നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ അവൻ മദ്യപ്പിച്ചിട്ടില്ല. അയ്യോ അപ്പോൾ തന്നെ മിത്രയ്ക്കും മീനാക്ഷി സന്തോഷമായിട്ടോ. സുകന്യ ആകെ ടെൻഷനാവുകയാണ്. സുകന്യയ്ക്ക് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. എന്നിട്ട് ആകാശം വിട്ടുകൊടുക്കില്ല. മിത്രേ നീ നോക്ക് ഊതാം. പിന്നെ മീനാക്ഷി ഞാൻ ഊതിത്തരാം, നീ നോക്കുക. ഇല്ല ഈ മദ്യപിച്ചിട്ടില്ല, ലിക്കിൻ്റെ ഒരു സ്മെല്ലും വരുന്നില്ലല്ലോ. അപ്പോൾ ധർമ്മന് മാറി നിന്നങ്ങോട്ട് ചിരി തുടങ്ങി കേട്ടോ. അപ്പോൾ ഉടനെ സുകന്യക്ക് ദേഷ്യം പറഞ്ഞിട്ട്, കള്ളം പച്ചക്കള്ളം, ആകാശം മദ്യപിച്ചിട്ടുണ്ട്, അവൻ്റെ കാൽ നിലത്ത് ഉറയ്ക്കുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഓടി ചെന്നിട്ട് പറയാ, ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ കള്ള് കുടിച്ചിട്ടില്ല, സംശയം ഉണ്ടെങ്കിലേ ഒന്ന് മണപ്പിച്ച് നോക്ക്. ഇല്ലെങ്കിൽ സുകന്യ ചേച്ചിയും കൂടെ വാ, നമുക്കേ ആശുപത്രി പോവാം, നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഏതെങ്കിലും തരത്തിലുള്ള ലഹരി എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ അറിയാമല്ലോ. വാ ഊതി ഒന്ന് വീണ്ടും മുഖത്തേക്ക് ഊതി നോക്കട്ടോ. അപ്പോഴത്തേക്കിനെ സുകന്യക്ക് മനസ്സിലായി കള്ള് കുടിച്ചിട്ടില്ല എന്നുള്ളത്. അത് ശരി, കള്ള് കുടിക്കാത്ത എന്നെ കള്ള് കുടിച്ചെന്ന് കള്ളം പറയിക്കുന്നത് അല്ലേ? അപ്പോൾ തന്നെ സുകന്യ ഓടിച്ചെന്ന്, ബാലട്ടാ ഇതിലെന്തോ തിരുമറി നടന്നിട്ടുണ്ട്. ആകാശം മദ്യപിച്ച് മതോന്മത്തനായി 4 കാലിലൂടെ വന്നത് ഞാൻ കണ്ടതാ. മതി നിർത്ത്, ഇനി നീ ഒറ്റ അക്ഷരം മിണ്ടിപ്പോകരുത് എന്ന് സുകന്യയുടെ നേരം. സുകന്യയ്ക്ക് ഞാൻ ഈ വീട്ടിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്ന് ഞാൻ വാക്ക് തന്നിട്ടുണ്ട്. പിന്നെ സുകന്യയ്ക്ക് അങ്ങനെ ഒരു വാക്ക് ഞാൻ തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം എന്താ? സുകന്യയ്ക്ക് ഈ വീട്ടിൽ അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് എന്നല്ല. ഇനിമേലിൽ മറ്റുള്ളവരെക്കുറിച്ച് ഇല്ലാത്ത കുറ്റങ്ങളൊന്നും കണ്ടെത്തി എൻ്റെ മുന്നിൽ എഴുന്നള്ളിച്ചുകൊണ്ട് വന്നേക്കരുത്. ഇത് സുകന്യയ്ക്കുള്ള ലാസ്റ്റ് വാണിംഗാണ്, മറക്കരുത് എന്ന് പറയാട്ടോ വീണ്ടും. എന്നിട്ട് ബാലൻ എല്ലാവർക്കും ഒരു വാണിംഗും കൊടുത്തിട്ട് അവിടുന്ന് ഒരു പോക്ക് പോവാ. അതോടുകൂടി സുകന്യ ആകെ പെട്ടുപോയി. ബാക്കി എല്ലാവരും കൂടെ സന്തോഷിച്ച് അങ്ങ് നിൽക്കുകയാണ്. ആകാശമാണെങ്കിൽ എന്തോ പകരം വിട്ടിയതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. സുകന്യ ചമ്മി നാറി എല്ലാവരുടെയും മുന്നിൽ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നേരെ സുകന്യ അടുത്ത് വീണ്ടും ഒന്നുകൂടെ കളിയാക്കാൻ കേട്ടോ ആകാശം. എന്നിട്ട് സുകന്യയുടെ അടുത്ത് നിന്നിട്ട് പറയണം, അയ്യോ സുകന്യ ചേച്ചി എന്നിട്ട് ഒത്തിരി പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ. കള്ള് കുടിച്ച് തെക്കില്ലാതുള്ള വീണ്ടും അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. സുകന്യക്ക് ദേഷ്യം വന്ന് സുകന്യ അവിടെ നിന്ന് അങ്ങോട്ട് ഒറ്റ പോക്ക് പോവാണ്. ഇതെല്ലാം കഴിഞ്ഞ് ധർമ്മൻ അന്ന് രാത്രിയാകുമ്പോൾ ഇവർക്ക് ആകെ ഒരു സംശയം, ഇതെങ്ങനെ സംഭവിച്ചു, എന്താ ഇങ്ങനെയൊക്കെ, ധർമ്മൻ മാമനറിയോ എന്നൊക്കെ ഇങ്ങനെ മീനാക്ഷി ചോദിക്കുന്നുണ്ട്. എടി മീനാക്ഷി, ഇത് നമ്മളൊരിക്കൽ ഒരു കെണിയായത് ആണോ? ശരിക്കും പറഞ്ഞാൽ സുകന്യക്കിട്ട് ഒരു പണി കൊടുക്കണമെന്ന് തന്നെയാണ് വിചാരിച്ചത്. അതുകൊണ്ടാണ് എന്താ സംഭവിച്ചത്. അപ്പോഴാണ് ധർമ്മൻ പറയുന്നത്, ധർമ്മൻ ഈ ആകാശനോട് പറയുന്നത്, ആകാശം നമുക്കിതിനൊരു പണി കൊടുക്കണമല്ലോ എന്ന്. അതുകൊണ്ട് എന്തായാലും ഞാൻ പറയുന്നത് പോലെ കേള്. ഈ ഓരോ സിനിമയിൽ മോഹൻലാൽ ചെയ്യുന്ന പോലെയൊക്കെ കുടിക്കാതിരുന്നിട്ട് കുടിച്ചതുപോലെ അഭിനയിച്ചിട്ടൊക്കെ വരൂലേ, അതുപോലെ 1-2 സിനിമയിലെ കാര്യങ്ങളൊക്കെ ആകാശനെ പറഞ്ഞ് കേൾപ്പിക്കുകയാണ് ധർമ്മൻ. അതുപോലെ നീ കുടിക്കാതെ വരണം, എന്നിട്ട് കുടിച്ചതടങ്ങ് അഭിനയിക്കണം, എന്നിട്ട് ഇതുപോലെയുള്ള സംഭവങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യണം. അവസാനം നമുക്ക് സുകന്യത്തിനെ പറ്റിക്കാം. അപ്പോൾ ഇല്ലാത്ത കഥ ഉണ്ടാക്കിയതാണെന്ന് ബാലേട്ടൻ അങ്ങ് വിശ്വസിച്ചോളും. അതോടുകൂടി സുകന്യക്കിട്ട് നല്ല കിട്ടുകയും ചെയ്യും. ഇനി സുകന്യ എന്ത് പറഞ്ഞാലും ബാലേട്ടൻ വിശ്വസിക്കുകയില്ല. ഈ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത് ധർമ്മനാണ് കേട്ടോ. അങ്ങനെയാണ് ധർമ്മൻ ആകാശിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത്. അപ്പോൾ തന്നെ മീനാക്ഷി പറയും, എന്നാലും എൻ്റെ മുന്നിൽ വന്നിട്ട് എനിക്ക് മനസ്സിലായില്ലല്ലോ കുടിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോഴാണ് ധർമ്മൻ പറയുന്നത്, എടി മീനാക്ഷി മോളെ, നീയും കുറേ വിഷമിച്ചതല്ലേ സുകന്യ കാരണം, ഇനി നീ സന്തോഷിച്ചോ, ഒരു കുഴപ്പമില്ല. പിന്നെ ആകാശ് വന്നപ്പോൾ നിനക്ക് മനസ്സിലാവാത്ത എന്താണെന്നറിയോ, അവൻ നിൻ്റെ അടുത്ത് ഒരുപാട് ഇടപഴകിയില്ലല്ലോ. നീ പിടിക്കാൻ ചെല്ലുമ്പോഴേക്കും അവൻ തെന്നി മാറുന്നുണ്ടായിരുന്നില്ലേ, നിനക്ക് മനസ്സിലായാലോ അവൻ കുടിച്ചില്ലെങ്കിലോ, അതുകൊണ്ടാണ് അവൻ മാറി നിന്നത് എന്നൊക്കെ ഇങ്ങനെ ആകാശ് പറഞ്ഞു കൊടുക്കട്ടോ. അതോടുകൂടി അവർക്ക് സന്തോഷമായി. എന്നിട്ട് ധർമ്മൻ പറയാം, എന്തായാലും ഈ ഒരു കാര്യത്തിന് തീരുമാനമായെങ്കിലും എനിക്ക് ഒരു പണി കൂടെ സുകന്യയ്ക്ക് കൊടുക്കാനുണ്ട്. എന്താണത്? അത് നോക്കിക്കോ, വഴിയേ വരുന്നുണ്ട്. എന്നിട്ട് അകത്ത് നിന്ന് സുകന്യയോട് പറഞ്ഞിട്ടുണ്ട്, സുകന്യ നീ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നീ ഇപ്പോൾ ഉണ്ടാക്കി പറഞ്ഞതുകൊണ്ടേ ബാലേട്ടൻ വിചാരിക്കണം എന്താവുമെന്നറിയോ, നിനക്കെന്തോ മാനസികമായിട്ടുള്ള തകരാറുണ്ടെന്നാണ്. ഓ അത് ശരി, അങ്ങനെയാണോ? എന്തായാലും നീ ആകാശിൻ്റെ മീനാക്ഷിയുടെ മുന്നിലൊക്കെ നീ നാണം കെട്ട് പോയല്ലോ. ഓ നാശം, ഇതിലെന്തോ തിരുമറി നടന്നിട്ടുണ്ട് എന്ന് പറയാം. നീ ഒരു കാര്യം ചെയ്യ്, ഈ പഴം ഒന്ന് കഴിച്ചേ എന്ന് പറഞ്ഞൊരു പഴം കൊണ്ടു കൊടുക്കുക. എനിക്ക് വേണ്ട, പഴവും വേണ്ട, ഒന്നും വേണ്ട.
എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, മാനം പോകാനുള്ളത് പോയില്ലേടി, പിന്നെ ഈ പഴം ഒന്ന് കഴിച്ചോ. മണ്ടത്തിൽ ഒപ്പിച്ച് വെച്ചിട്ട് നീ എന്തിനാടി നീ എന്നോട് ചൂടാകുന്നത്? പിന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടരുതെന്ന് നിൻ്റെ പുറകെ നടന്ന് ഞാൻ പറഞ്ഞു, നീ കേട്ടോ? ഇല്ല, അതുകൊണ്ടാണ് നിനക്കിപ്പോൾ കിട്ടിയത്. പിന്നെ നിൻ്റെ അടുത്ത് ഒരു കാര്യം കൂടെ ഞാൻ പറയാം, പക്ഷേ പറഞ്ഞാൽ നിനക്ക് വിഷമാവും. ആണോ? ഇല്ല പറഞ്ഞോ. അല്ല ഞാൻ പറഞ്ഞ് എനിക്കിനി അത് കേൾക്കാതെ രാത്രി ഉറക്കം വരില്ല. ആണോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? എന്നാൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ധർമ്മൻ അടുത്ത പണി കൊടുക്കുകയാണ്. അല്ല, നിനക്ക് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അളിയൻ ചിലപ്പോൾ ഭ്രാന്തിനെ കൊണ്ടുപോയി നിന്നെ ചികിത്സിപ്പിച്ചാലോ എന്നിങ്ങനെ ചോദിക്കണമെന്ന് സുകന്യ അന്ന് വിട്ട് പോകാട്ടോ. ഇതൊക്കെയാണ് എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്